ഈ ദുൽഖിഫിലിന്റെ വിഷയത്തിൽ പോലീസുകാർ ചാവി ഊരിയപ്പോഴാണ് CPM വർദ്ധിച്ചത് എന്നാണ് പറയുന്നത്. അത് സംബന്ധിച്ച് വിവരങ്ങൾക്ക് പുറത്തു വന്നു. എന്താണ് അതൊക്കെ സംബന്ധിച്ച്? അല്ല, ഇത് കഥകൾക്ക് പഴക്കവും തുടർച്ചയും. ഇവർ അധികാരത്തിൽ വന്ന ശേഷം തുടർച്ചയായിട്ട് ഇത്തരം ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, എല്ലാ മണിക്കൂറിലും ഉണ്ടാവുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് വേണേൽ വിളിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. സത്യം പറഞ്ഞ കേരളത്തിലെ പോലീസിങ്ങിനെ തനി ഗുണ്ടായുസമാക്കിയിട്ട് ഗവൺമെന്റ് മാറ്റിയിരിക്കുക. ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇടതുപക്ഷ അനുഭാവികളായ ആളുകൾക്ക് പോലും ഈ പോലീസിങ്ങിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർ പരസ്യമായി നവമാധ്യമങ്ങളിൽ കൂടെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്ര ക്രൂരമായ മർദ്ദനങ്ങൾക്കാണ് നേതൃത്വം. നിയമം സമാധാനത്തോടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർക്കല്ല പോലീസിൽ പ്രാധാന്യം. ഇത്തരം ക്രിമിനലുകൾക്ക്, ഗുണ്ടകൾക്ക് വകുപ്പും അതിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിയും കേരളത്തിന്റെ സർക്കാരും എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുക. ഗുണ്ടകളുടെ പ്രൊമോഷൻ ലിസ്റ്റിൽ ഒപ്പിടുന്നതാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൽ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച ദുൽഖിഫിലിന്റെ കാര്യം തന്നെ, ഗുണ്ടകൾക്ക് അടിക്കാൻ പോലീസ് പിടിച്ചു കൊടുക്കുക, പോലീസ് സാഹചര്യം ഒരുക്കി കൊടുക്കുക, എന്നിട്ടും അതിൽ നടപടി ഉണ്ടാവുന്നില്ല. അന്നിപ്പോ KK രമ MLA അവിടെ അന്ന് കുത്തിയിരിക്കുന്ന ഉൾപ്പെടെ നമ്മൾ കണ്ടു. അപ്പൊ അതൊക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ ചെയ്യാതിരിക്കുന്നത് ഗുണ്ടായിസത്തിനുള്ള പിണറായി വിജയന്റെ സപ്പോർട്ടാണ്. പോലീസ് ഗുണ്ടായിസം പിണറായി വിജയന്റെ സപ്പോർട്ടിലാണ് വളരുന്നത്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ ഇന്നാക്ഷനിലാണ് ഈ ഗുണ്ടായിസം തഴച്ചു വളരുന്നത്. അതാണ് ജനമൈത്രി പോലീസിനെ ഗുണ്ടാമൈത്രി പോലീസാക്കി മാറ്റി, അതല്ലെങ്കിൽ കൊലമൈത്രി പോലീസാക്കി മാറ്റി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. ഇതിന്റെ രോഗം താഴെയല്ല, ഇതിന്റെ രോഗം മേലെയാണ്. മേലെയുള്ളവരുടെ ആറ്റിറ്റ്യൂഡാണ് താഴേക്ക് പടരുന്നത്. ഈ രോഗം താഴെ നിന്ന് മേലേക്ക് വന്നതല്ല, ഇത് മേലേന്ന് താഴേക്ക് പടരുന്ന രോഗമാണ്. ഇതിന്റെ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് ഇത് താഴോട്ട് പടരുന്നത്. അതുകൊണ്ട് അതിനെ നിലക്ക് നിർത്താൻ അവർ തയ്യാറായിട്ടില്ലെങ്കിൽ അവരെ നിലക്ക് നിർത്താൻ ജനങ്ങൾ തയ്യാറാകുമെന്നുള്ളതാണ് ഈ പ്രതിഷേധങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. KPC കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിൽ ഇന്ന് പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇത് അവസാനത്തെ സമരമല്ല. സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചതിന് ഒരു ന്യായീകരണവും ഇനി പറയാനില്ലാത്ത ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് അവരെ പിരിച്ചുവിടുന്നതിന് പകരം സസ്പെൻഷൻ കൊണ്ട് തൃപ്തരാവാൻ ഒരുക്കമല്ല. പിന്നെ പല ദൃശ്യങ്ങളും CPM പറയുന്നത് പിന്നെ പോലീസിംഗ് എല്ലാ കാലത്തും ആര് ഭരിച്ചാലും ഈ പോലീസിൽ ഈ ക്രിമിനലുകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഭരണത്തിന്റെ ഒരു പ്രശ്നമായിട്ടല്ല മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ല, മുഖ്യമന്ത്രിയുടെയും കൂടെ പ്രശ്നമാണ്, ഭരണത്തിന്റെ മാത്രമല്ല. കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയാണല്ലോ. ഇതിനെ നിലക്ക് നിർത്താൻ ശ്രമങ്ങൾ, പോലീസിലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഈ പറഞ്ഞതുപോലെ ഉണ്ടാവും. അപ്പൊ ആ പ്രശ്നങ്ങളെ നിലക്ക് നിർത്താനല്ല ശ്രമിക്കുന്നത്, ആ പ്രശ്നക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്, ആ പരാതികളെ അവഗണിക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, വിവരാവകാശം കൊടുത്താൽ അതിന്റെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് പോലീസിന്റെ ഒരു പ്രശ്നം മാത്രമല്ലല്ലോ, അഡ്മിനിസ്ട്രേഷന്റെ സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ടല്ലേ. ഭരണത്തിന്റെ പിന്തുണ ഈ ഗുണ്ടകൾക്ക് കൊടുക്കുന്നതാണ് പ്രശ്നം. ഗുണ്ടകൾ പോലീസിൽ ചില ആളുകൾ ഉണ്ടാവാം, അതെല്ലാ ഭരണകാലത്തും ഉണ്ടാവാം. പക്ഷെ അവർക്ക് കൊടുക്കുന്ന അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ടാണ്, പൊളിറ്റിക്കൽ സപ്പോർട്ടാണ്, അതിന്റെ പാട്രണേജ് ആണ്. ഗുണ്ടകൾക്ക് കൊടുക്കുന്ന രാഷ്ട്രീയ സംരക്ഷണത്തിൽ ഞാൻ ചോദിക്കുന്നത്, കൊടി സുനിക്ക് പിന്നെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ കാറ് നിർത്തിയിട്ട് 4 എണ്ണം വീശാനും അവർക്ക് പിന്നെ ചിക്കൻ കൊടുക്കാനും ഒക്കെ ഉള്ള സംവിധാനം പോലീസ് ചെയ്തു കൊടുക്കുന്നത് ആരുടെ ഒത്താശയോടെ? അവർക്ക് ഇഷ്ടപ്പെട്ട ജയില്, സെല്ലിലെ സൗകര്യങ്ങൾ, പുറത്ത്, ഇതൊക്കെ വിവാദമായതല്ലേ. ഇതൊക്കെ പോലീസിങ്ങിന്റെ കുഴപ്പം കൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണ്, അല്ല, അത് പൊളിറ്റിക്കലാണ്. രാഷ്ട്രീയ സംരക്ഷണമാണ് ക്രിമിനലുകൾക്കും പോലീസിലെ ഗുണ്ടകൾക്കും ഇവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് തുടരുന്നത്. അതുകൊണ്ടാണ് ഇത് നിലക്ക് നിർത്താൻ ഗവൺമെന്റിന് ശ്രമിക്കാത്തതും ഗവൺമെന്റ് നടത്താത്തതും. ആ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.